അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാവൂദ് നബി അലൈഹിസ്സലാം വളരെ അഭിമാനിയായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തൻ്റെ വീടിൻ്റെ മുഴുവൻ കവാടകം പൂർണ്ണമായി അടച്ച് ഭദ്രമാക്കിയതിനു ശേഷം മാത്രമേ പുറത്തു പോകാറുള്ളൂ. അദ്ദേഹം തിരിച്ചു വന്നാലാണ് ആ കവാടങ്ങളൊക്കെ തുറന്ന് വീടിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം മഹാനവറുകൾ എല്ലാ വാതിലും, മഹാന് ആ നാട്ടിലെ രാജാവും കൂടെയാണ്, അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മുഴുവൻ വാതിലുകളും ഭദ്രമായി അടച്ച് മഹാനവർ പുറത്തേക്ക് പോയി. മഹാന്റെ ഭാര്യ മാത്രമേ ആ വീട്ടിലുള്ളൂ. ഭാര്യ വീട്ടിൽ നിന്നും തൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഭദ്രമായി അടച്ച ആ കോട്ടയുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ ഭാര്യ ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും സെറ്റായി വാതിലുകൾ ഭദ്രമായി അടച്ച ഈ കോട്ടക്കുള്ളിൽ ഒരു വ്യക്തി എങ്ങനെ വന്നു? മഹദിവറുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാം മടങ്ങി വന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാം ഇദ്ദേഹത്തോട് ചോദിച്ചു, മിൻ ഐന ദഖല ഹാദ റജുൽ വദ്ദാറു മുഗലഖ, ഈ വീടും ചുറ്റുമതൊക്കെ ഭദ്രമായി അടച്ചിട്ടതാണല്ലോ, പിന്നെ എങ്ങനെ ഇയാൾ ഇവിടുന്ന് വന്നു? അപ്പോൾ അവിടുന്ന് മഹാനവറുകൾ ചോദിക്കാണ്, മൻ അൻത, ആരാണ് നീ? അപ്പോൾ അദ്ദേഹം ആ വന്ന ആൾ പറയുന്നു, അനല്ലദീ ലാ അഹാബൽ മുലൂക വലാ യംതനിഉ മിനൽ ഹിജാബ്, എനിക്ക് ഒരു തടയുന്ന ആളെയും പ്രശ്നമല്ല, ഞാൻ ഏത് കോട്ടൻ്റെ ഉള്ളിലേക്കും വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിലേക്ക് മനസ്സിലായി ഇതാരാന്നുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അൻത വല്ലാഹി ഇദൻ മലക്കുൽ മൗത്ത് മർഹബൻ ബിഅംരില്ലാ, ഇത് അള്ളാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹി സ്വലാമാണ്, അതുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ വിധിയെ എന്ന് പറഞ്ഞ് മഹാനവറുകൾ കിടന്നു കൊടുത്തു. അപ്പോൾ മലക്കുൽ മൗത്ത് മഹാനവറുകളുടെ റൂഹ് പിടിച്ച് കൊണ്ടുപോയി. അങ്ങനെ മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം വെറും 13 വയസ്സ് പ്രായമുള്ള പ്രവാചകനാണ്. 13 വയസ്സ് പ്രായമേ ഉള്ളൂ. മഹാനവറുകളാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാമാണ് ഇനി അവിടുന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ എല്ലാ ചടങ്ങുകളും, സംസ്കരണ ചടങ്ങുകളും എല്ലാം നടത്തുന്നത്. അപ്പോൾ അന്ന് പകലിലാണ് ഈ ജനാസ മറവ് ചെയ്യുന്നതും നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതും എല്ലാം പകലിലാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഭയങ്കര ചൂടുള്ള ദിവസമാണ്, ഭയങ്കര ഉഷ്ണം അതിശക്തമായ ഉഷ്ണമുള്ള ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ജനങ്ങൾ മുഴുവനും മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ജനാസ മറമാടുന്ന സമയത്ത് ചൂട് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി. ആ ബുദ്ധിമുട്ടിയ സമയത്ത് ജനങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് അവർ പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചൂട് ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു, ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പക്ഷികളെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മുകളിൽ ഒരു കുട പോലെ ചിറകുകൾ വിടർത്തി നിങ്ങൾ നിൽക്കണം, ജനങ്ങൾക്ക് തണൽ കിട്ടുന്ന രൂപത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പക്ഷികളും സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതനുസരിച്ച് മുകളിൽ ഒരു വട്ടമിട്ട് ഒരു വലിയൊരു കുട പോലെ ചിറക് വിടർത്തി നിന്നു. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ അവർ ചിറക് വിടർത്തി നിന്നപ്പോൾ കാറ്റിൻ്റെ സഞ്ചാരം വരെ തടഞ്ഞുപോയി. അപ്പോൾ പിന്നെ താഴെയുള്ളത് ആ പക്ഷികൾക്ക് താഴെയുള്ളത് ഉഷ്ണമുള്ള ചൂടുള്ള കാറ്റാണ്. അപ്പോൾ ഈ കാറ്റ് കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടി. അപ്പോൾ വീണ്ടും പരാതി പറഞ്ഞു സുലൈമാൻ നബിയോട്, പക്ഷികൾ അങ്ങനെ ഒന്നായിട്ട് വട്ടട്ട് നിന്നത് കൊണ്ട് നമുക്ക് വായു സഞ്ചാരമില്ല, ഇപ്പൊ ചൂടുള്ള കാറ്റാണ്, അതുകൊണ്ട് അതിന് പരിഹാരം കാണിച്ചു തരണം. അപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടുന്ന് പക്ഷികളോട് പറഞ്ഞു, നിങ്ങൾ വെയിൽ വരുന്ന ഭാഗത്ത് മാത്രം നിൽക്കുക, മറ്റുള്ള കാറ്റ് വരുന്ന ഭാഗത്തിലൂടെ കാറ്റ് വരട്ടെ, ശുദ്ധമായ വായു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പക്ഷികൾ അതനുസരിച്ച് വെയിൽ വരുന്ന ഭാഗത്ത് മാത്രം ഒരു കുട പോലെ ചിറക് വിടർത്തി നിന്നു. ബാക്കിയുള്ള ഭാഗത്തിലുള്ള ശുദ്ധമായ വായു കാറ്റിന്റെ സഞ്ചാരം ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മറമാടൽ ചടങ്ങ് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാം ആദ്യമായി രാജസ്ഥാനം ഏറ്റെടുത്ത് ഒന്നാമതായി കൽപ്പിക്കുന്ന പ്രഖ്യാപനം ഇതായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.